ഇന്നമാര് ഒരു സെർച്ച് വാറന്റുമായിട്ട് ആഫീസിലോട്ട് കയറി വന്നു. ഏത് കേസിലത്? അവന്മാര് പറയുന്നത് കുമരകത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ ആണെന്ന് പറഞ്ഞൊരു കേസിന്റെ ഫയൽ നമ്പറൊക്കെ കാണിച്ചു. എന്നിട്ട് അവർക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞ് അവന്മാരെ അവിടെ കമ്പ്യൂട്ടർ എല്ലാം പരിശോധിക്കുന്നു, കോപ്പി ചെയ്യുന്നു, പരിപാടി പലതും കാണിച്ചു. പക്ഷെ ഒന്നും എടുത്തോണ്ട് പോയില്ല. അവന്മാരെ ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തു, ഒരു കമ്പ്യൂട്ടറിന്റെ. ബാക്കിയെല്ലാം ഇതൊക്കെ കോപ്പി ചെയ്തു, എല്ലാം കയറി പരിശോധിച്ചു. കോടതിയുടെ ഒരു വാറണ്ടൊക്കെ കാണിച്ചു. നമ്മൾ അതുകൊണ്ട് എതിർത്തില്ല. പക്ഷെ ഞാൻ ടഫായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷെ അവർ അതുകൊണ്ട് വേറെ എന്താ ഇതെടുക്കും അതെടുക്കും എന്നൊക്കെ ഞാൻ മുഴുവൻ എടുത്തു നോക്കണം, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ അവന്മാരെ ഒരു ഹാർഡ് ഡിസ്കും എടുത്തു, കമ്പ്യൂട്ടർ എല്ലാം പരിശോധിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ തവണ ചെയ്ത പോലെ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇല്ല അത് ചെയ്തില്ല. ഒന്നും കൊണ്ടുവരും, ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് മാത്രം കൊണ്ടുവരുള്ളൂ. നമസ്കാരം. മറുനാടൻ ഷാജൻസ്കറിയയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് റെയ്ഡ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡ് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് അവസാനിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ നരനായായിട്ടല്ല ഉണ്ടായിട്ടുള്ളത്. എല്ലാ കമ്പ്യൂട്ടറുകളും എടുത്തുകൊണ്ട് പോകുക എന്നുള്ള നടപടിക്കല്ല, ഓഫീസ് സ്തംഭിപ്പിച്ച് പത്രപ്രവർത്തനം അവിടെ എല്ലാ തരത്തിലും നിർത്തിവെപ്പിച്ച് കുമരകം പോലീസ് കടന്നു കയറുകയും അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടറുകൾ പരിശോധിക്കുക, അവിടെയുള്ള അതിൻ്റെ അകത്തുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുകയും ഒരു ഹാർഡ് ഡിസ്ക് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ഷാജൻസ്കറിയ ക്രൈമിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ ഷാജൻസ്കറിയയുമായി സംസാരിച്ചുള്ള ഫോൺ സംഭാഷണമാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാജൻസ്കറിയെ പൂട്ടാൻ വേണ്ടി സകല ശ്രമവും കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് PV ശ്രീനിജന്റെ ഒരു പരാതിയിൽ കള്ളക്കേസിൽ കൂടിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയെങ്കിലും SC/ST അട്രോസിറ്റി നിയമങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത വകുപ്പിൽ ചേർത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം എറണാകുളം എളമക്കര പോലീസ് PV ശ്രീനിജൻ MLA SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് എടുത്ത കേസ് ആണ് തുടക്കം. എറണാകുളത്ത് ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ പ്രാക്ടീസിനെത്തിയ ചെറിയ കുട്ടികളെ പൊരിവെയിലത്ത് നിർത്തി PV ശ്രീനിജൻ ഗ്രൗണ്ടിൻ്റെ ഗേറ്റെല്ലാം പൂട്ടി സ്ഥലം വിട്ടു. അതുവഴി വലിയ തോതിൽ കുട്ടികളും മാതാപിതാക്കളും പൊട്ടിക്കരഞ്ഞു എന്ന് പറയുന്ന വാർത്ത മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വരികയും അതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തത് എന്നായിരുന്നു മറുനാടൻ മലയാളിക്കെതിരെയുള്ള പരാതി. ഈ കേസ് എടുത്തെങ്കിലും സെഷൻസ് കോടതി ജാമ്യം കിട്ടിയില്ല, പിന്നെ ഹൈക്കോടതി ജാമ്യം കിട്ടിയില്ല. സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാം, അവസാനം ഇത് കേസേ നിൽക്കുകയില്ല, ഡിഫമേഷൻ കേസ് മാത്രമേ നിൽക്കുകയുള്ളൂ, അതുകൊണ്ട് ഷാജൻസ്കറിയയ്ക്ക് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ തിരിച്ചടിയായിരുന്നു പിണറായി വിജയന്. പിണറായി വിജയൻ 1000-ഓളം പോലീസുകാരെ മഹാരാഷ്ട്ര, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാം വിന്യസിച്ച് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ഓഫീസ് റെയ്ഡ് ചെയ്യാനും അവിടെയുള്ള കമ്പ്യൂട്ടർ അടക്കമുള്ള സാധന സാമഗ്രികൾ കടത്താനും പോലീസ് ശ്രമിക്കുകയും ആ കേസിൽ സുപ്രീം കോടതി വിധി വന്ന ശേഷം അതെല്ലാം വിട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ഷാജൻസ്കറിയയ്ക്കുണ്ടായിരുന്നത്. ആ കമ്പ്യൂട്ടറുകളെല്ലാം വിലപിടിപ്പുള്ള കമ്പ്യൂട്ടറായിരുന്നു, കോടിക്കണക്കിന് രൂപ വിലയുള്ള കമ്പ്യൂട്ടർ. അതെല്ലാം തിരിച്ചു കൊടുക്കാൻ ഉത്തരവെങ്കിലും അത് കൈപ്പറ്റാൻ ഷാജൻസ്കറിയ തയ്യാറായില്ല. കാരണം അതിലുള്ള ഹാഷ്ടാഗ് അടക്കം മാറാൻ പാടില്ല എന്ന് പറയുന്ന കോടതി ഉത്തരവുണ്ട്. അങ്ങനെ വന്നാൽ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റാതെ എന്തിനാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്? അതിന് കൃത്യമായിട്ടുള്ള നിർവചനം വേണം. ഉപയോഗിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് അവരെടുക്കാവുന്നത്. അതിനുശേഷം നിരവധി കേസുകൾ PV അൻവറിൻ്റെ നിർദ്ദേശപ്രകാരം ഷാജൻസ്കറിയയ്ക്കെതിരെ ഫയൽ ചെയ്യുകയുണ്ടായി. നിലമ്പൂർ പോലീസ് എടുത്ത ഒരു കള്ളക്കേസിൽ അദ്ദേഹം ഹൈക്കോടതി ഉത്തരപ്രകാരം ഹാജരായപ്പോൾ അവിടെ നിയമവിരുദ്ധമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എറണാകുളത്തേക്ക് പറത്തിക്കൊണ്ടുവരികയും അദ്ദേഹത്തെ നേരെ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ ശ്രമം നടത്തുകയും ചെയ്തെങ്കിലും ആ കേസിൽ കോടതി ഇടപെടുകയും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും അതുവഴി പിണറായി വിജയന് ഇരട്ട തിരിച്ചടി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു തരത്തിലും അദ്ദേഹത്തിന് തൊടാൻ പറ്റിയില്ല. അത്രയും ദൈവാധീനമുള്ള ഒരാളായി നമുക്ക് ഷാജൻസ്കറിയെ കാണാൻ പറ്റും. എല്ലാ തരത്തിലും വളഞ്ഞിട്ടും എല്ലാ തരത്തിലും അധികാര ദുർവിനിയോഗം നടത്തിയിട്ടും പോലീസിന്റെ സർവ്വശക്തി ഉപയോഗിച്ചിട്ടും നാണം കെടുകയായിരുന്നു പോലീസ്.
കാരണം അത്രയ്ക്കും ഹീനമായ രൂപത്തിൽ, വൃത്തികെട്ട രൂപത്തിൽ, നിയമവിരുദ്ധമായ രൂപത്തിൽ ഒരു ഏകാധിപതി കാണിക്കുന്ന എല്ലാ വൃത്തികേടുമാണ് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം പിണറായിസത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ, അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ, അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾക്കെതിരെ, അദ്ദേഹത്തിന്റെ മകളുടെയും കുടുംബത്തിന്റെയും തട്ടിപ്പുകൾക്കെതിരെ നിരന്തരം തിരിഞ്ഞടിക്കുകയാണ് ഷാജൻ സ്കറിയ. അദ്ദേഹത്തെ തൊടാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകനായി മാറി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകനായി മാറിയ ഷാജൻ സ്കറിയ പൊതുരംഗത്ത് ഇറങ്ങുകയും പിണറായി വിജയനെതിരെ ശക്തമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഹാലിളകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 2020 അദ്ദേഹം പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പോകുന്നു. അതേപോലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിനെതിരെ ശക്തമായി പോരാടാൻ തുടങ്ങുന്നു എന്നുള്ളതെല്ലാം വന്നപ്പോൾ ജനങ്ങൾ ഷാജൻ സ്കറിയോടൊപ്പമാണെന്ന് മനസ്സിലാക്കിയതോടെ അദ്ദേഹത്തെ ഏത് വഴിക്കെങ്കിലും പൂട്ടണം, മകൾക്കെതിരെയും അതേപോലെ പിണറായിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കെതിരെയുമുള്ള നിരവധി സംഭവങ്ങളാണ് ഷാജൻ സ്കറിയ അടുത്ത കാലത്ത് പുറത്തുവിട്ടുള്ളത്, എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അത്തരം കേസുകളിലെ തെളിവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രേഖകളാണ് കിട്ടാനുള്ളത്, ഇല്ലാത്തത് എന്തൊക്കെയാണ്, അതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായി പിണറായി വിജയൻ ഇന്ന് കുമരകം പോലീസിനെ കോടതി വാറന്റോടുകൂടി പറഞ്ഞയച്ചിട്ടുള്ളത്. കുമരകം പോലീസ് കേസ് എടുത്ത ഏതോ ഒരു കേസിലാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു, ഏതെങ്കിലും കേസിൽ ഷാജൻ സ്കറിയെ ചോദ്യം ചെയ്യണമെങ്കിൽ 10 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. അതുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല, പകരം ഓഫീസ് വന്ന് റെയ്ഡ് ചെയ്തു, ഓഫീസിലുള്ള സകല കമ്പ്യൂട്ടറും പരിശോധിച്ചു, ഓഫീസിന്റെ പ്രവർത്തനം സ്തംഭിപ്പിച്ചു. ഇത്തരത്തിലുള്ള ഹീനമായ മാർഗങ്ങൾ, സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള മാർഗങ്ങൾ, പത്രസ്വാതന്ത്ര്യത്തിൽ കടന്നു കയറ്റിയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇന്ന് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിണറായി വിജയന് കലി ഇളകിയിരിക്കുകയാണ്, നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഏകാധിപതിയായ പിണറായി വിജയന് എല്ലാ സഹിഷ്ണുതയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വേണം കരുതാൻ. എന്തായാലും പിണറായി വിജയനോട് പറയാനുള്ളത്, ഞങ്ങൾ ഷാജൻ സ്കറിയ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ രംഗത്ത് മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിൽ പത്രപ്രവർത്തന രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാവരും ഇപ്പോൾ പിണറായി വിജയനെതിരെയാണ് എന്ന് കൂടി മനസ്സിലാക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായ അണികൾ പോലും പിണറായി വിജയനെതിരെ ഏത് സമയം പൊട്ടിത്തെറിക്കാവുന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഷാജൻ സ്കറിയക്കെതിരെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള കടന്നുകയറ്റം നടത്തുന്നത്. അത് ഒരിക്കലും അനുവദിക്കില്ല. പിണറായി വിജയൻ ഏതറ്റം പോയാലും അതിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശക്തമായി തിരിച്ചടിക്കുക. അത് പിണറായി വിജയന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം പിണറായി വിജയന്റെ സകല കള്ളത്തരങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി വിളിച്ചു പറയും. അത് മാർക്സിസ്റ്റ് പാർട്ടിക്കും ദോഷം ചെയ്യുമെന്നുള്ളതാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടിയെ മോശമാക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി എല്ലാ തരത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ത്രിപുരയിലും ബംഗാളിലും നഷ്ടപ്പെട്ട പോലെ കേരളത്തിലെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ഗവേഷണം നടത്തുകയാണ് പിണറായി വിജയൻ. എല്ലാം നശിച്ചു, എല്ലാ കാര്യത്തിലും പിടിക്കപ്പെടുന്നു. ആ പിടിക്കപ്പെടുന്ന സമയത്ത് ആളിക്കത്തും, ആ സമയത്ത് എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ തന്ത്രം. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വേണം കരുതാൻ. എന്തായാലും പിണറായി വിജയന്റെ കളികൾ കൊണ്ടൊന്നും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഒരു പ്രശ്നം വരില്ല. ഞങ്ങൾ സധൈര്യം ഇത്തരത്തിലുള്ള വാർത്തകൾ, പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയുള്ള വാർത്തകൾ സധൈര്യം സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഷാജൻ സ്കറിയയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്യുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 8 മാസമായി മറുനാടിനെ വേട്ടയാടുന്നതിനെക്കുറിച്ച് മറുനാടൻ പ്രേക്ഷകർക്ക് നല്ല നിശ്ചയമാണ്. ഇതിനോടകം എത്ര കേസുകൾ എടുത്തു എന്ന് കണക്ക് പുസ്തകം നോക്കാതെ പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാൻ പോലും. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എന്തു പറഞ്ഞാലും കേസാണ്. ഒരു വാർത്തയുടെ പേരിൽ 6 പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുക്കാൻ പിണറായിയുടെ പോലീസിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ മറുനാടനെതിരെയുള്ള നിരന്തരം വേട്ടയാടൽ തുടർന്നിട്ടും പിണറായിസത്തിന് മുൻപിൽ കീഴടങ്ങാതെ സത്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് മറുനാടൻ മുമ്പോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരത്തെ സൈബർ പോലീസാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ പരാതിയിൽ മകളെ അപമാനിച്ചു എന്ന പേരിൽ പോലീസ് പല വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. അതുകൊണ്ടൊന്നും മറുനാടൻ പിണറായിസത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കാത്തതുകൊണ്ട്, മാസപ്പടിയിലെ വൃത്തികേടുകൾ നിരന്തരം വിളിച്ചു പറയുന്നതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ രാവിലെ ഞാൻ ഓഫീസിൽ വരാതിരിക്കാനാണ് തീരുമാനിച്ചത്. കാരണം എൻ്റെ കൃഷിയിടത്തിലെ കപ്പയൊക്കെ പറിച്ചുകൂട്ടി കപ്പ വാട്ടുന്ന ദിവസമാണ്. എവിടെ ചെന്നാലും കൃഷി അഭയമായതുകൊണ്ട് കൃത്യമായി കപ്പ നടാറുണ്ട്. അങ്ങനെ ഞാൻ നട്ട കപ്പയെല്ലാം പറിച്ച് കൊത്തി
അത് ചൂടുവെള്ളത്തിലിട്ട് വാട്ടി ഉണക്കാനിടുന്ന ദിവസമാണ്. നാട്ടിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കൾ എത്തിയിട്ടുമുണ്ട്. രാവിലെ 5:30 മണിക്കിറങ്ങി പണി ആരംഭിച്ചതാണ്. അതിനിടയിലാണ് ഓഫീസിൽ നിന്നും ഫോൺ വരുന്നത്. ഇതാ ഇവിടെ ഒരു പോലീസ് സംഘം എത്തി വളഞ്ഞിരിക്കുന്നുവെന്ന്. വലിയൊരു പോലീസ് സംഘം ഇന്ന് മറുനാടൻ്റെ ഓഫീസിലുണ്ട്. രാവിലെ എത്തിയതാണ്. അവർ പറയുന്നത് അവർക്ക് ഞങ്ങളുടെ രേഖകളെല്ലാം പരിശോധിക്കണമെന്നാണ്. ഞങ്ങളുടെ ഓഫീസിലെ രേഖകളും കമ്പ്യൂട്ടറുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കുമരകം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൻ്റെ തെളിവെടുപ്പാണ് എന്നാണ് അവർ പറയുന്നത്. കുമരകം SHOയുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘമാണ് ഇവിടെ എത്തി ഇപ്പോൾ എല്ലാം പരതുന്നത്. ഞങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകളെല്ലാം അവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമരകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി ജാമ്യം നൽകിയതാണ്. ജാമ്യം നൽകുന്നതിന് അപേക്ഷ കൊടുത്തപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ പെൻഡ്രൈവിൽ പകർത്തി അത് ഞാൻ ചെയ്തതാണ് എന്ന സത്യവാങ്മൂലം സഹിതം കോടതിയിൽ കൊടുത്തതാണ്. അത് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവാണ്. എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത വീഡിയോകൾ പിൻവലിച്ചിട്ടില്ല, അതിപ്പോഴും യൂട്യൂബിലുണ്ട്. അത് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഓഫീസിൽ കയറി എല്ലാ കമ്പ്യൂട്ടറിലെയും ഡാറ്റകൾ പകർത്തിയെടുക്കണമെങ്കിൽ ലക്ഷ്യം വേറെ എന്തോ ആണ് എന്ന് തീർച്ചയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരാവശ്യവുമില്ലാതെ ഞങ്ങളുടെ ഓഫീസിലെ സകല കമ്പ്യൂട്ടറുകളും മൗസ് പാഡുകളും കീബോർഡും ക്യാമറകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഇതുവരെ അത് തിരിച്ചു തന്നിട്ടില്ല. സകല സാധനങ്ങളും 8 മാസമായി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അതിനുശേഷം ഞങ്ങൾ വാങ്ങിയതും ഞങ്ങളുടെ ജീവനക്കാരുടെ വീടുകളിൽ നിന്ന് എത്തിച്ചതുമായ കമ്പ്യൂട്ടർ ഉപകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം പരിശോധനയും അതിനുശേഷം കമ്പ്യൂട്ടറും തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് കേരള പോലീസ്. പിണറായിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടി നമ്മൾ ശമ്പളം കൊടുക്കുന്ന പോലീസുകാർ ഏതറ്റം വരെ പോയി എത്ര വൃത്തികെട്ട ജോലിയും ചെയ്യും. അവർ എടുത്തിരിക്കുന്ന കള്ളക്കേസിൻ്റെ തെളിവ് ശേഖരിക്കാനാണെങ്കിൽ ഇങ്ങനെയൊരു പരിശോധനയുടെ ആവശ്യമില്ല. കാരണം ആ വീഡിയോ ചെയ്തത് ഞാനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് കോടതിയിൽ അത് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് യൂട്യൂബിൽ ലഭ്യവുമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ന്യായമുണ്ടാക്കി ഞങ്ങളുടെ രേഖകൾ പരിശോധിക്കുക, കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ കമ്പ്യൂട്ടറുകൾ എല്ലാം പിടിച്ചുകൊണ്ടുപോയി ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കുക. ഇത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമാവും. മുകളിൽ നിന്ന് പറയുന്നത് അതേപടി ചെയ്യാനല്ലാതെ അടിമപ്പണിക്കാരായ പോലീസിനെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഒരു കാര്യം ആവർത്തിച്ചു പറയാം, നിങ്ങൾ എത്ര കമ്പ്യൂട്ടറുകൾ കൊണ്ടുപോയാലും, നിങ്ങൾ എത്ര ക്യാമറകൾ പറക്കിയെടുത്താലും, നിങ്ങൾ എത്ര ശക്തമായി പ്രഹരിച്ചാലും അവസാന നിമിഷം വരെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറയുക എന്നത് ഒരു ചരിത്ര ദൗത്യമാണ്. ഈ സത്യം അധികാരവർഗത്തിൻ്റെയും കളങ്കിത കച്ചവടക്കാരുടെയും നെഞ്ചിലേക്കുള്ള നിറയാണെന്ന് ഞങ്ങൾക്കറിയാം. ഏറ്റവും ഒടുവിൽ അൽ മുക്താദിർ ഗ്രൂപ്പിൽ നടക്കുന്ന റെയ്ഡും അവരെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയും ഒരു മാധ്യമവും വാർത്തയാക്കാതെ രഹസ്യമാക്കി വെച്ചപ്പോൾ ഞങ്ങൾ പുറത്തുവിട്ടതിൻ്റെ കലിപ്പും ദേഷ്യവും, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂറിൻ്റെ ക്രെഡിറ്റ് സൊസൈറ്റി, അതുമല്ലെങ്കിൽ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ഇവയൊക്കെ പുറത്തേക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവരുടെയൊക്കെ ആശീർവാദത്തോടെ ആഗ്രഹത്തോടെ ആവാം ഞങ്ങളെ വേട്ടയാടുന്നത്. പക്ഷെ അവസാനിപ്പിക്കുകയില്ല. അവസാന നിമിഷം വരെ നെറികേടിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ നാവ് പിഴുതെറിയുന്നത് വരെ, തൂക്കിക്കൊല്ലുന്നത് വരെ സ്വാതന്ത്ര്യത്തിന് ശുദ്ധവായു ശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായും അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ, ധാർഷ്ട്യത്തിനെതിരെ, പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കുന്നതിനെതിരെ, പോലീസിൻ്റെ അടിമ മനോഭാവത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഈ ശബ്ദം നിശ്ചലമാക്കാൻ സാധ്യമല്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കട്ടെ. ഒരു സെർച്ച് വാറന്റുമായിട്ട് ഓഫീസിലോട്ട് കയറി വന്നു. ഏത് കേസിലത്? അവന്മാര് പറയുന്നത് കുമരകത്ത് രജിസ്റ്റർ ചെയ്ത ഒരു കേസിന്റെ ആണെന്ന് പറഞ്ഞൊരു കേസിന്റെ ഫയൽ നമ്പറൊക്കെ കാണിച്ചു. എന്നിട്ട് അവർക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞ് അവന്മാരെ അവിടെ കമ്പ്യൂട്ടർ എല്ലാം പരിശോധിക്കുന്നു, കോപ്പി ചെയ്യുന്നു, പരിപാടി പലതും കാണിച്ചു. പക്ഷെ ഒന്നും എടുത്തോണ്ട് പോയില്ല. അവന്മാരെ ഹാർഡ് ഡിസ്ക് മാത്രം എടുത്തു, ഒരു കമ്പ്യൂട്ടറിന്റെ. ബാക്കിയെല്ലാം ഇതൊക്കെ കോപ്പി ചെയ്തു, എല്ലാം കയറി പരിശോധിച്ചു. കോടതിയുടെ ഒരു വാറന്റ് ഒക്കെ കാണിച്ചു. പിന്നെ നമ്മൾ അതുകൊണ്ട് എതിർത്തില്ല. പക്ഷെ ഞാൻ ടഫായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷെ അവർ അതുകൊണ്ട് വേറെ എന്താ ഇതെടുക്കും അതെടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ മുഴുവൻ എടുത്തു നോക്കണം, ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ അവന്മാരെ ഒരു ഹാർഡ് ഡിസ്കും എടുത്തു, കമ്പ്യൂട്ടർ എല്ലാം പരിശോധിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ തവണ ചെയ്ത പോലെ കംപ്ലീറ്റ് എടുത്തുകൊണ്ടുപോയിട്ടില്ല? ഇല്ല, അത് ചെയ്തില്ല. ഒന്നും കൊണ്ടുപോയി, ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് മാത്രം കൊണ്ടുപോയുള്ളൂ. കുമരകം പോലീസ് എന്തൊക്കെ വകുപ്പായിട്ടിരിക്കുന്നത് അറിയാമോ? ഒരു കേസ് നമ്പരേ കാണിച്ചുള്ളൂ. അതെന്താ നമ്പർ? ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചില്ല. അതിന്റെ ഒരു കേസ് നമ്പർ കാണിച്ചിട്ടാണ് കോടതിയുടെ ഉത്തരവുണ്ട്. അപ്പൊ അതിന്റെ സെർച്ച് വാറന്റ് ഉണ്ട്. നമ്മുടെ ഓഫീസിൽ കയറി പരിശോധിക്കാനുള്ള അവരുടെ റൈറ്റ് അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് അവര് പരിശോധിച്ചിട്ട്, പക്ഷെ ഒരു ഹാർഡ് ഡിസ്ക് എടുത്തു, ഒരു സിസ്റ്റത്തിന്റെ. എല്ലാ സിസ്റ്റത്തിലെയും ഡാറ്റ അവർ കോപ്പി ചെയ്തു. പിന്നെ
എറണാകുളത്ത് അന്ന് എടുത്ത കമ്പ്യൂട്ടർ ഒന്നും മടക്കി കിട്ടിയില്ല. ഇല്ല, അതൊന്നും കിട്ടില്ല. അതൊരു ടെക്നിക്കലി നമുക്ക് കിട്ടി, പക്ഷെ അത് അതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ളത് കാരണം നമ്മൾ എടുത്തില്ല. അതായത് ഹൈക്കോടതി ഇവരോട് തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുക, ഇവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഉത്തരവിട്ടു. അങ്ങനെ തീർപ്പ് കൽപ്പിച്ചപ്പോൾ അതിനകത്ത് കുറെ കണ്ടീഷൻസ് നമുക്ക് പറ്റുന്നല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇവരൊന്ന് ഹാഷ് വാല്യൂ ഏതാണ്ട് സാധനം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറും. ടാമ്പർ ചെയ്തെന്ന് പറയും എവിഡൻസ്. അപ്പൊ പിന്നെ നമ്മളത് ഇവിടെ നമ്മൾ വെക്കുന്ന കിടന്നാൽ അവന്മാരെ തന്നെ സൂക്ഷിക്കണമെന്ന് വെച്ചു. നമ്മൾ എടുത്തിട്ട് ഇനി അത് ആ ഒരു കണ്ടീഷൻസ് മാറ്റാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ തീരുമാനമായിട്ടില്ല.